ഇല്ലേ ഇല്ലേ എൻ്റെ അളിയാ മൂഞ്ചി കേട്ടോ. 2 പമ്പിലും കുപ്പിയിൽ പെട്രോൾ കിട്ടുകയല്ലോ കേട്ടോ. അപ്പം വെൽക്കം ബാക്ക്. അപ്പോൾ മച്ചാന്മാരെ നമ്മളെ ഒരു കില്ലം വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ BS3 NSൻ്റെ 2014 മോഡൽ BS3 NSൻ്റെ മൈലേജ് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അത് 1 ലിറ്റർ പെട്രോൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി കാണിക്കാം കേട്ടോ. എടുക്കുകയല്ല, പിടിച്ചേ. ന്യൂട്രല കൈവിടത്തെ. ഓക്കെ, സ്റ്റാർട്ട് ആവുകയില്ല കേട്ടോ. കാർബറേറ്റർ വണ്ടിയാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ലെന്നല്ല. ഓക്കെ, ഇനി അതിൻ്റെ പേര് വേറെ കമൻറ്റ് വരും. ഓക്കെ, അപ്പോൾ നമുക്കിത് വണ്ടിക്കകത്ത് ഫുള്ള് ഒഴിച്ചിട്ട് ബാക്കി കാര്യം നോക്കാം. ഞാൻ വയ്ക്കത്തില്ല. ഓക്കെ, ഇപ്പോൾ പോകുന്നില്ലല്ലോ. ഇല്ല ഇപ്പോൾ പോകുന്നില്ല. 1 ലിറ്റർ 5 രൂപയുടെ പെട്രോളാണ്, ഞാൻ 10 രൂപയുടെ പെട്രോളാണ്. ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഫുള്ളാണേ. 2 തുള്ളി പോയിട്ടുണ്ട്. 2 തുള്ളി പോയിട്ടുണ്ട്. 54,833 ഇപ്പോഴത്തെ. അപ്പോൾ 54,833 ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് എല്ലാ റോട്ടിൽ കൂടെ ഓടിക്കും. അതായത് നല്ല റോഡ്, ചീത്ത റോഡ് അങ്ങനെയൊന്നുമില്ല, എല്ലാ ടണലിൽ കൂടെ ഓടിച്ചിട്ടുള്ള മൈലേജ് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, യെസ്, എടുത്തു വണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വാവ്, ഫുൾ വീട്ടിലെ വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പം നെടുങ്കണ്ടത്താണുള്ളത്. നമുക്ക് എങ്ങോട്ടേലുമൊക്കെ പോവാം, എങ്ങോട്ടൊന്നൊന്നുമില്ല. പോവാം, ഒറ്റയടിക്ക് എടുത്തടാ. പെട്രോള് ഫുള്ള് തീർന്നായിരുന്നു കേട്ടോ. തീർന്നിട്ട് ഒറ്റയടിക്ക് വണ്ടി എടുത്തു. അതാണ് എൻ്റെ ഒരു സെറ്റപ്പ്. പെട്രോൾ മേടിച്ചില്ലല്ലോ. ഓ, അതെ,
പെട്രോള് മേടിച്ചില്ല നമ്മളെ തിരിച്ചൊഴിക്കാനുള്ള പെട്രോള് മേടിച്ചില്ല. അപ്പൊ നമുക്ക് അത് മേടിച്ചിട്ട് വരാട്ടാ. കാരണം ഈ സാധനം നിന്ന് പോയി കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും എവിടെ പോയി നമ്മൾ പെട്രോൾ മേടിക്കും. അപ്പൊ നമുക്ക് പെട്രോള് ഇതിലൊഴിക്കാനുള്ള പെട്രോള് മേടിച്ചിട്ട് നമുക്ക് പോവാം. ബാക്കിൽ ടെയിലില്ല, അത് കാരണം വിഷയമാണ്. അതാണ് ഞാൻ വിചാരിച്ചത്. കുപ്പി തരത്തില്ലേ? അവിടുന്ന് മേടിക്കാനാണോ? ഞാൻ ചോദിച്ചോക്കാം. ഇവിടുന്ന് കുപ്പി തരുമായിരുന്നല്ലോ. ഓ, കുപ്പിയിൽ പെട്രോളും കിട്ടില്ല, അതും വിഷയമാണ്. ചില പമ്പുകളിലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൂക്കോലാണേ. തൂക്കോലത്ത് നമുക്ക് പെട്രോൾ മേടിച്ചിട്ട് പോവാം. നമ്മൾ കമ്പമെട്ട് റൂട്ടാണ് പോകുന്നത്. തന്നാ മതിയായിരുന്നു കുപ്പിയിൽ. ചേട്ടാ കുപ്പിയിലാണേ. അവിടുന്ന് കിട്ടുമായിരിക്കും, നമുക്ക് ചോദിച്ചു നോക്കാം. ഒരു രക്ഷയില്ലെന്ന് പറയാം, വേറെ ഒരു വഴിയില്ല. അയ്യോ, പെട്ടു ഗായ്സ്. എൻ്റെ പൊന്നു വച്ചാമാരെ, കുപ്പിക്കകത്ത് പെട്രോൾ ഇല്ല കേട്ടോ. ചേട്ടാ മനസ്സിലായില്ല. ഇല്ല, ഇവിടുന്ന് കിട്ടത്തില്ലേ, നമുക്ക് തേക്കാപ്പ് പോയി മേടിക്കാം. അവിടുന്ന് കിട്ടും മച്ചാമാരെ. അവിടുത്തെ പമ്പിൽ നിന്ന് അപ്പം പെട്രോള് തരത്തില്ല കുപ്പിക്കകത്ത്. നമുക്കിനി ആദ്യമേ പോയ പമ്പിൽ തന്നെ ഒന്നുകൂടെ പോയി നോക്കാം. അവിടെ ചോദിച്ചു നോക്കാം, ചേട്ടായിട്ട് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഈ കുപ്പിക്കകത്ത് പെട്രോൾ ഉണ്ടോ? തരത്തില്ല. ജാർ വേണം. ഇനി തേക്കാപ്പ് വേണം. അവിടെ കിട്ടിയില്ലേ ഇന്നത്തെ പരിപാടി ഫ്ലോപ്പാവും. നമ്മുടെ 2 പമ്പിലും കുപ്പിയിൽ പെട്രോൾ കിട്ടുകയല്ലോ കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് വേറൊരു പമ്പുണ്ട്, ഇവിടുന്ന് ഒരു കുറച്ച് കിലോമീറ്റർ മാറിയിട്ട്. അപ്പോൾ നമുക്ക് അന്നേരം നമുക്ക് നോക്കാം, അവിടെ ഒന്ന് നോക്കിയേക്കാം. മച്ചന്മാരെ, അപ്പോൾ നമ്മളത് അടുത്തൊരു പമ്പിലേക്ക് ഒരു ഷോർട്ട് കട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ടെറയിലും നമ്മൾ ഓടിക്കും. കട്ടർ കയറ്റത്തിന് കയറ്റം, ഇനി ഹൈവേക്ക് ഹൈവേ, എല്ലാം ഓടിച്ച് എത്ര മൈലേജ് നമുക്ക് നോക്കാം. അവൻ്റെ ഇതിലാണ് കേട്ടോ വണ്ടി. ഇതൊക്കെ അത്യാവശ്യം കയറ്റമാണ് കേട്ടോ, കട്ട് റോഡ്സ് ആണ്. നമ്മളിപ്പം കമ്പംമെട്ട് മൂന്നാർ ഹൈവേയിലാട്ടോ. ഇത് നമ്മളിപ്പോൾ തേർഡ് ക്യാമ്പ് വരുമോ നമുക്ക് പെട്രോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കിട്ടി. ഇവിടെ നിന്ന് ഇനി കിട്ടി, ഇല്ലെങ്കിൽ ഇവിടെ ലോഡില്ല. ദൈവമേ, അടിപൊളി മൂഞ്ചെന്നാട്ടോ തോന്നുന്നേ. ഇല്ലേ എൻ്റെ അളിയാ, മൂഞ്ചി കേട്ടോ. ദൈവമേ, ഇവിടുത്തെ പെട്രോൾ പമ്പിലും നമുക്ക് കുപ്പി തരികയില്ല. വാങ്ങിച്ച പെട്രോൾ പമ്പിൽ നിന്ന് തന്നെ മേടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ വന്നിട്ട് മേടിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു 10-12 കിലോമീറ്റർ പോകുന്നു. അവര് മൊത്തത്തിൽ ഡാർക്കായി. ഒരു പമ്പിൽ നിന്നും കുപ്പിയിൽ പെട്രോൾ തരുന്നില്ല. നമ്മൾ വാങ്ങിച്ചെടുത്ത് തന്നെ ഞാൻ ആ നെടുങ്കണ്ടത്തെ പമ്പിൽ നിന്നാണ് മേടിച്ചത്. അപ്പം നെടുങ്കണ്ടത്തെ പമ്പിൽ കുപ്പിയിൽ തരുന്നതിന് കുഴപ്പമില്ല.
അപ്പോൾ അതുപോലെ മേടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ടൊന്നും ഈ ഭാഗത്തേക്കൊന്നും കുപ്പിയിൽ പെട്രോൾ വരുന്നില്ല. അത് ഭയങ്കര ശോകമാണ്. അപ്പോൾ നോക്കട്ടെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട്